നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ മുത്താബിൽ ഉണ്ടാക്കി കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. വലിയ വഴുതനങ്ങയില്ലേ, അത് രണ്ടെണ്ണം ഞാൻ എടുത്തിരിക്കണേ. ഈ രണ്ടെണ്ണം എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 4 പേരൊക്കെയുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ചെറിയൊരു വഴുതനങ്ങ ധാരാളമാണ്. പിന്നെ ഞാൻ 2 വഴുതനങ്ങ എടുത്തിരിക്കുന്ന കാരണം 2 അല്ലി, കുറച്ച് വലിയ അല്ലിയാണ് കേട്ടോ. വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തഹീനി പേസ്റ്റാണ്. ഇത് സെസമി സീഡിൻ്റെ പേസ്റ്റാണ്. തഹീനി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബക്കാലകളിലും സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. പിന്നെ ഞാനിവിടെ ഫുൾ ഫാറ്റ് യോഗേർട്ടാണ് എടുത്തിരിക്കണേ. പുളി ഇല്ലാത്ത യോഗേർട്ട് എടുക്കണം കേട്ടോ. പുളി ഇല്ലാത്ത തൈര് എടുക്കണം. ഈ 4 ഇൻഗ്രീഡിയൻസും പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലീവ് ഓയിലാണ്. അതും കൂടിയാണ് വേണ്ടത്. ഇത്ര മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിപ്പാണ്. ഇനി ഒന്നില്ലെങ്കിൽ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് തീയിൽ ചുട്ടെടുക്കുക എന്തെങ്കിലും ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഈ ഇഡ്ഡലി കുട്ടകത്തിൽ ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബ്രിഞ്ചോള് വെന്തോന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, കാരണം ഇതിൻ്റെ സ്കിന്നിൻ്റെയൊക്കെ ഫുള്ള് കളറൊക്കെ മാറി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ചെടുത്ത ബ്രിഞ്ചോള് സ്കിന്നൊക്കെ പീൽ ചെയ്തെടുത്തിട്ടുണ്ടേ. എന്നിട്ടത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് ചോപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇച്ചിരി ചൂടുണ്ട് ഇതിന്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2 അല്ലി വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വേവിച്ച വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഈ ഒരു ഈ ക്യാൻ്റെ ഹാഫ് ചേർത്ത് കൊടുക്കണ്ടേ. ഇത് 1 ലിറ്റർ ആണെന്ന് തോന്നുന്നു. 1 kg തൈരാണ്. അതിൻ്റെ ഹാഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കണ്ടേ. ഇനി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി തൈര് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തഹീനി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. മതി എന്ന് വിചാരിച്ചു. ഇനി ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം കേട്ടോ.
ഇതിൽ പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് എഡിബിൾ ആയിട്ടുള്ള ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യണേ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊമഗ്രാനൈറ്റോ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനതൊന്നും ചെയ്യുന്നില്ല, നമുക്ക് ജസ്റ്റ് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു 1-2 ദിവസമൊക്കെ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. കാരണം നമ്മൾ തൈരൊക്കെ അല്ലേ ചേർത്തിരിക്കണം, അപ്പം ഒന്നും പറ്റില്ല. സെസമി സീഡൊക്കെ ഈ PCOD ഉള്ളവർക്കും PCOS ഉള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു ഇതാട്ടോ സീഡാണ്. നമുക്കത് രാവിലെയൊക്കെ കഴിക്കുന്നത് വളരെ നല്ല, അത് പൊടിച്ചിട്ടൊക്കെ. അപ്പോൾ അതും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ചേർക്കണ ഒലിവ് ഓയിലും ഒക്കെ ഭയങ്കര ഹെൽത്തിയാണ്. മയോണൈസിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാണ്. നമുക്ക് ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെയും വെറുതെ കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ വളരെ നല്ലതാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. See you good souls in the next video. Bye.